മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. എന്തായാലും കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. തണുത്തൊക്കെ ടിഫാനീൻ്റെ മോന് ഞാൻ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്കിന് പോവാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ. അപ്പോൾ ഇപ്പം ഞാൻ തണുപ്പാണ് പുറത്ത്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ഐഷു നല്ല ഉറക്കമാണ്. പിന്നെ ഉസി അവിടെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് നേരം ഉറങ്ങട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഉസയ്ക്ക് എന്തായാലും ഷോപ്പ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുവരെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തായാലും ഞാൻ പോയിട്ട് വേഗം വരും. ജസ്റ്റ് ഒന്ന് വാക്കിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ അടുത്തൊരു കോർണിഷ് ഉണ്ട്. ജസ്റ്റ് അവിടെ പോയിട്ട് കുറച്ച് വ്യൂ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം എന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഷാർജ മ്യൂസിയം. ഇത് ആക്ച്വലി ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതെന്തായാലും നമ്മൾ ആ കോർണിഷിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ എന്തായാലും അത് ഫ്രണ്ട് സൈഡ് കൂടെയാണ് നടന്നു പോവാം. ഞാനതുവരെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പോകണം. ഭയങ്കര തണുപ്പ്. നല്ല തണുപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈവനിങ് ആ ഒരു 3-4 മണി ആ ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിലാണ് ഇറങ്ങൽ. പക്ഷേ ഇതിന് മുന്നത്തെ ദിവസങ്ങളിലൊന്നും ഇത്ര തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. ഇറ്റ്സ് ടു കോൾഡ്. Of the fourth wall breaking down upon my feet. The offering never blink. I'm listening in like a kid just finished it. Can't be undid. ആളുകളിവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ചിരിക്കുന്നൊക്കെ കാണാം. എന്തായാലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. Okay, this is our museum, Sharjah Museum of Islamic Civilization. And this is the front side. And ഇതാണ് ഞങ്ങളുടെ കോർണിഷ്. എന്തായാലും കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. തണുത്ത കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. This is the entrance. ഇത് ഓപ്പൺ ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. എന്തായാലും പിന്നെ ഒരു ദിവസം വരാം. ഇതിൻ്റെ മുൻകൂടെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, അങ്ങോട്ട് കയറാനുള്ള ഒരു അങ്ങനെ വിചാരിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. പഴയ ബോട്ടുകളാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വാക്കിന് വരുന്നുണ്ട്.
ഇവിടെ ടിഫാനീൻ്റെ കമ്പനിയാന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. What a way to start the day. ഇവിടെ ബോട്ട് റൈഡിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു തവണ വന്നപ്പോൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറച്ചുകൂടി മുന്നേക്ക് ഇങ്ങനെ നടന്നു നോക്കാം. ഇവിടെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രേറ്റ് കസ്റ്റംസിൻ്റെ ഓഫീസ് കാണാൻ പറ്റുക. Stranded on the carpet, head under the faucet. You're my alibi. It's fair enough, you wanna cock it, hoping I'll forget. Following the night. Ain't a joke about that half-broken. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. ഒരു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കൈയൊക്കെ തണുക്കുന്നു. ഓക്കെ, ഇവിടെ സിഗ്നൽ ഉണ്ട്. അപ്പം ലെറ്റ്സ് ക്യാച്ച് ദ സിഗ്നൽ. വെയിലടിക്കുമ്പോൾ ഒരു സുഖം, ബോഡിക്ക് ചൂട് തട്ടുമ്പോൾ ഒരു സുഖം. Let's wait for the green signal. അത് സിറ്റി ടൂറിൻ്റെ ബസ്സാണ് പോയത്. ഞാനപ്പോഴത്തേക്കും മ്യൂസിയത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പം എനിക്കത് മിസ്സായി. എന്തായാലും ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഇന്നേരമൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാറുണ്ട് ഈവനിങ് നമ്മൾ നടക്കാൻ പോകുമ്പോൾ. ഐഷോ സ്ട്രോളറിൽ ഇരിക്കാത്ത കാരണം ഇപ്പം നടക്കാൻ പോക്കും കുറവാ. നടക്കാൻ പോകുന്ന ആലോചിക്കുമ്പോഴേ എന്താ പറയുക, അവൾ കൈ പിടിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ അവൾ കൈ പിടിക്കാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. നടക്കാൻ പോകലെന്ന് ആലോചിക്കാൻ തന്നെ കഴിയില്ല. മോന് ഞാന് യു ആർ വെരി ബ്യൂട്ടിഫുൾ. മോൻ ആരാ? UAE ആക്ച്വലി സേഫാണ്. നമ്മൾ പുറത്തിറങ്ങാനൊക്കെ ഒരു സേഫായിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറയുന്നത് കേൾക്കാം, കാറ് നിർത്തിയിട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അതേപോലെ അങ്ങനെ പിന്നെ ഇതുപോലത്തെ ഓരോരുത്തരുണ്ടാവുമല്ലോ. വെറുതെ ചിലപ്പോൾ നാട്ടിൽ ഭാര്യ മക്കളൊക്കെ ഉള്ളവരായിരിക്കും.
ഈ സ്വഭാവം കാണിക്കുന്നു. ഇവിടെ വന്നിട്ട് ഗേൾ ഫ്രണ്ടിനെ കിട്ടുമെന്ന് നോക്കി നടക്കുന്നവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. സോ അതുപോലത്തെ ഒരു തന്നെ ആയിരിക്കും ഇത്. എന്തായാലും ഞാൻ നല്ലോണം പറഞ്ഞിന്. ഓ, ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. എന്താ ചെയ്യല്ലേ, ഇങ്ങനെ ഓരോ മനുഷ്യന്മാരുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നാട്ടിലുള്ള ഒരു ഭാര്യമാരൊക്കെ എങ്ങനെ സമാധാനത്തിൽ നിൽക്കും? അല്ലെങ്കിൽ എന്ത് സമാധാനത്തിൽ അവരവരുടെ ഭർത്താക്കന്മാർ. ഈ ദുബായിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ യാ, എനിവേ ഞാനൊരു കരക്ക് വാങ്ങിയിട്ട് കുടിക്കട്ടെ. നല്ല തണുപ്പ്. ഓക്കെ, അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. കരക്ക് ഫുള്ള് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി എന്തായാലും റൂമിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കണം. അങ്ങനെ ഐശോ ഉണർത്തുക്കണോ നോക്കണം. എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. So inshallah, see you again. Thank you for watching. Bye.